തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ മുഴുവൻ്റെയും ചുരുക്കം എന്താണെന്നായിരുന്നു ഒരു നാൾ മുഴുവനും എൻ്റെ ആലോചന. അങ്ങനെ ഒരു വചനവും കണ്ടെത്തി. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്നത്. ശരിക്കും ഈ വചനത്തിലേക്ക് ആദ്യം മനസ്സ് ഉടക്കുവാനായിട്ടുള്ള കാരണമാകുന്നത് ഒരു സംഭവം വായിച്ചപ്പോഴാണ്. അതും ഒരു ആഫ്രിക്കൻ കപ്പുച്ചിൻ മിഷണറിയുടെ ജീവിതം. അദ്ദേഹം ജയിലിൽ നിരന്തരം പോകുമായിരുന്നു അവിടെയുള്ളവരെ സന്ദർശിക്കുവാനായിട്ട്. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ അവിടെ ഒരു പുതിയ അന്തേവാസി എത്തി. അദ്ദേഹം ആ സെല്ലിൻ്റെ അടുക്കൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ആ തടവുപുള്ളി അകത്തു നിന്നും പുലഭ്യം പറയുവാനായിട്ട് ആരംഭിച്ചു. അത് ദിവസവും കേൾക്കുവാനും തുടങ്ങി. ഒരു നാൾ ഈ പുരോഹിതൻ അയാളുടെ സെല്ലിൻ്റെ അടുക്കൽ കൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ഉടുപ്പിൽ ഈ തടവുകാരൻ കയറി പിടിച്ചു. അകത്തേക്ക് ശക്തിയോടെ വലിക്കുവാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം പെട്ടെന്നൊരു കരച്ചിലേക്ക് അയാൾ വഴുതി വീഴുകയാണ്. അത് വലിയ നിലവിളിയായി. ആ വലിയ നിലവിളി നടക്കുന്ന സമയത്ത് ആ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ സ്വാന്തനമുള്ള വിരലുകൾ കൊണ്ട് അയാളുടെ മുടിയിഴകളിലൂടെ പതുക്കെ തലോടി. എന്നിട്ട് കീശയിൽ നിന്നും ഒരു പൊതി സമ്മാനമെടുത്തുകൊണ്ട് അയാളുടെ നേരെ വെച്ച് നീട്ടുകയാണ്. സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു സമ്മാനം. അവനത് തുറന്നു നോക്കി. അതിനകത്ത് ഒരു കുഞ്ഞു ബൈബിളാണ്. അവിടെ ഒരു പ്രത്യേക ഭാഗം അടയാളപ്പെടുത്തിയിരുന്നു. നിനക്ക് വേണ്ടി എന്നാണ് അവിടെ എഴുതിയിരുന്നത്. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു വചനം അടയാളപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:16. ആ തടവുള്ളി പുരോഹിതൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ അവനോട് പറഞ്ഞു വായിക്കുവാനായിട്ട്. അവനത് വായിക്കുവാനായിട്ട് ആരംഭിച്ചു. വിറയാർന്ന അധരങ്ങളോടുകൂടെ അവൻ വായിച്ചു തുടങ്ങി. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം. അവന് മുഴുമിക്കാൻ ആരംഭിച്ചില്ല, അവിടെ നിർത്തുകയാണ്. എന്നിട്ട് തല ഉയർത്തി അവൻ ആ പുരോഹിതനെ നോക്കി. അവനെ വീണ്ടും സാന്ത്വനിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, തുടർന്നു കൊള്ളുക. അവൻ വിക്കി വിക്കി മുറിഞ്ഞു പോകുന്ന ശബ്ദത്തോടുകൂടെ വീണ്ടും വായിക്കുവാനായിട്ട് ആരംഭിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ജോണിനെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് എഴുതിയിരുന്നത്. ജോണെന്ന് പറയുന്നത് ആ തടവുള്ളിയുടെ പേരായിരുന്നു. ലോകം എന്ന ഭാഗത്തും ആ ഭാഗം അതിവിദഗ്ധമായിട്ട് ആ പുരോഹിതൻ നീക്കിയിരുന്നു. അതിനുശേഷം അവിടെ അതിനേക്കാൾ മനോഹരമായിട്ട് ജോൺ എന്ന പേര് എഴുതി ചേർത്തു. അത് ആ തടവുള്ളിയുടെ പേരായിരുന്നു. അവൻ ഒരു തവണയല്ല അത് വായിച്ചത്. ആവർത്തിച്ച് വായിച്ച് അവൻ മിഴിനീരിലാണ്ടുപോയി. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കണ്ണുനീരായിരുന്നു. അത് അവനെ മാറ്റി. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ജോണിനെ അത്രമാത്രം സ്നേഹിച്ചു. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ബൈബിൾ ഉണ്ടാകണം. ആ ബൈബിളിൽ ലോകം എന്ന പേരല്ല കാണേണ്ടത്, മറിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും പേരുണ്ടാകണം. ഇതാണ്
സുവിശേഷമെന്ന് പറയുക. അങ്ങനെ ഒരു സുവിശേഷവും ബൈബിളും നിങ്ങൾക്കുണ്ടാകട്ടെ. അത് നിങ്ങളെ പിടിച്ചുലയ്ക്കട്ടെ. നുറുങ്ങുവെട്ടം